ശ്രീ രജന സുനിതാൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷമാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതേപോലെ ഒരു ക്രിമിനൽ ഇത്തരം ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്തെല്ലാം ആക്ഷേപമായിരിക്കും ഉന്നയിക്കുക? ഇപ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളിയായ ഒരാൾക്ക് ഇത്രയധികം ദിവസം അദ്ദേഹത്തിന് സ്വൈര്യവിഹാരം നടത്താൻ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ പോകാൻ, ചായ കുടിക്കാൻ, സഞ്ചരിക്കാൻ ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളണ്ടേ? അതൊക്കെ അങ്ങനെയല്ല, കൃത്യമായി പിടിച്ചു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അത് മാത്രമല്ല, ഇവിടെ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ വിഹരിക്കാൻ കഴിയുമായിരുന്നോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ശ്രീ രജന സുനിതാൻ? നോക്കൂ വിനോദ്, ഇതിനകത്ത് അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് ഈ ഉത്തർപ്രദേശിന്റെ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് അർജുൻ ആയങ്കിയെ സംബന്ധിച്ച് എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത് ഇപ്പോഴും ആയങ്കിയെ സംബന്ധിച്ച് അയാൾ ക്രിമിനൽ ആണെന്നോ അയാൾ മോശക്കാരനാണെന്നോ ഒന്നും പറഞ്ഞു പോകുന്നില്ല. എപ്പോഴും അദ്ദേഹം പറയുന്നത് CPM-നെ സംബന്ധിച്ച് എന്താണ് വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ക്രിമിനൽ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ. എന്തായാലും സുഹൃത്തുക്കൾ അംഗീകരിച്ച് ഞാനിപ്പോ നോക്കിയായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഡിവൈഎഫ്ഐയുടെ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രാദേശികമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇടുന്ന പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? ഈ പറയുന്ന ആവുന്ന കാലത്ത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത നടന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ പിന്നീട് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ തള്ളിപ്പറയാതെങ്കിലും ഇരിക്കരുതോ എന്നൊക്കെ പറഞ്ഞ് പല ഡിവൈഎഫ്ഐയുടെ സുഹൃത്തുക്കൾ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും ഷാമിനെ പോലെയുള്ളവർ ആ പുള്ളി ക്രിമിനലാണ് എന്ന് പറഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോ അങ്ങനെ ഇപ്പോഴും ആയങ്കിയെ സംബന്ധിച്ച് സംരക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും CPM-ൽ നിൽക്കുക. ഇവരുടെ പ്രവർത്തകരായിട്ടും ഇവരുടെ അണികളായിട്ടും ഇവരുടെ ആളുകളായിട്ടും നിൽക്കുക. ആയങ്കി പറഞ്ഞത് ഇത് തന്നെയാണ്, വളർന്നു വന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ആണ് എന്നെ ഇങ്ങനെ പ്രാപ്തനാക്കിയത്. അതായത് കേരളത്തിൽ ഇത്രയും വലിയ വെല്ലുവിളി നടത്തുവാനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് വളർന്നു വന്ന പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ ധ്വനിയാണ് അയാൾ പറഞ്ഞത്. വളർന്നു വന്ന പ്രസ്ഥാനം ഇതാണ്, വിരട്ടലൊന്നും വേണ്ട എന്ന്. പക്ഷെ ആ വിരട്ടല് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോടും പോലീസിനോടും വേണ്ട എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തെളിയിച്ചിരിക്കുക. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ അദ്ദേഹം അതിന് മുമ്പ് ഞാൻ ഡിവൈഎഫ്ഐ ഈ പറഞ്ഞ ദുരന്തമുഖത്ത് ഇല്ല എന്നല്ല, അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന CPM പ്രവർത്തകർ അല്ലെങ്കിൽ അവിടെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ കാണുവാൻ ഇപ്പൊ സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നവരാണ് സുഹൃത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ തെളിയിച്ചു തരാം. ആ ദുരന്തമുഖത്തൊന്നും ഞങ്ങൾ ഈ പറയുന്ന 2018-ലും 2019-ലും ഒന്നും ഈ പറയുന്ന രീതിയിലേക്ക് ദുഷ്ലാക്കോടുകൂടി സർക്കാരിനെ ആരോപണ വിധേയനാക്കി നിർത്തുവാൻ വേണ്ടി ഞങ്ങളാരും ശ്രമിച്ചില്ല. ഞങ്ങൾ അവിടെ ക്യാമ്പുകൾക്കുമായി ബന്ധപ്പെട്ട് സജ്ജീകരണം ഒരുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുവാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഈ പറയുന്ന സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുവാൻ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിലേക്ക് ശ്രമം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ വയനാട്ടിലെ വീടിനെ പറ്റിയും യൂത്ത് കോൺഗ്രസ് പിരിവ് നടത്തിയതിനെ പറ്റിയൊക്കെ താങ്കൾ പറഞ്ഞു. താങ്കളുടെ അഖിലേന്ത്യാ കമ്മിറ്റി പിരിച്ച പൈസ എവിടെ പോയി എന്ന് താങ്കളൊന്ന് വെളിപ്പെടുത്തണം. ആ ആപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പല വിശദീകരണം നൽകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പക്ഷേ അതെങ്ങോട്ട് പോയെന്ന് പറയണം. അതുപോലെ താങ്കൾ പറയുന്ന ഈ ആക്രി ചലഞ്ചും ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ ഒക്കെ പേരിൽ നിങ്ങൾ ചെക്ക് കൊടുത്തത്, ആ ചെക്ക് എത്ര ദിവസം ആയപ്പോഴാണ് ചെക്ക് കൊടുത്തതെന്നും ആ ചെക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇന്നും അനിശ്ചിതത്തിൽ നിൽക്കുകയാണ് സുഹൃത്തെ. അത് താങ്കൾ ഈ പറയുന്ന വലിയ ഗീർവാണമൊക്കെ അടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പൊതുസമൂഹത്തിനോട് പറഞ്ഞു പോകണം എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുക. പിന്നെ ഈ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ BJP-യുടെ പിന്നെ വക്താവായി വന്നിരിക്കുന്ന ആൾ ഉത്തർപ്രദേശിനെയൊക്കെ പറ്റി പറഞ്ഞു. 2017 ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ ദാരുണമായി 30 കുഞ്ഞുങ്ങൾ മരിച്ചത് നമ്മൾ കണ്ടത്. ഓക്സിജൻ കിട്ടാതെ. എന്തായാലും കേരള നാട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് അദ്ദേഹത്തിന് ഒന്നാമതായി പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത നാടായി ഉത്തർപ്രദേശ് മാറിയിരിക്കുക. അയോധ്യ പോലെ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ മുന്നിലിടുന്ന കാണിക്ക പൈസ പോലും അടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരായിട്ട് അവിടുത്തെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അർജുൻ ആയങ്കി ഉത്തർപ്രദേശിൽ പോകുന്നോ തമിഴ്നാട്ടിൽ പോകുന്നോ കർണാടകയിൽ പോകുന്നു എന്നുള്ളതല്ല, കേരളത്തിലെ സ്വസ്ഥ അന്തരീക്ഷം തകർക്കുവാൻ വെക്കുന്ന ഗുണ്ടകളായിട്ടുള്ള കൊള്ളക്കാരായിട്ടുള്ള ക്രിമിനലായിട്ടുള്ള ഏതവരായാലും അവരെ പിടിക്കുവാൻ കേരള പോലീസ് സജ്ജമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് കേരള പോലീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന
സംവിധാനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ടാണ് എത്ര വലിയ പോസ്റ്റ് ഇട്ടാലും എത്ര വലിയ സംരക്ഷണ വലയങ്ങൾ ഒരുക്കിയാലും ഈ ക്രിമിനലുകളെയൊക്കെ പിടിക്കുവാൻ കേരള പോലീസിന് ആംബിയറുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്.